പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടി പഠിക്കുകയാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ചോദ്യവും ആൻസറും പഠിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാൽ എന്താണ്? അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സീറൈറ്റ് മിൽസ് അവതരിപ്പിച്ച സിദ്ധാന്തത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക ശാസ്ത്ര ഭാവന. ഇതിലെ ചോദ്യവും ഇതിൻ്റെ ആൻസറും എന്ത് ചെയ്യുക, പഠിക്കാം. നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യന് ചർച്ച ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്നാണ്. ആദ്യത്തെ ഒരു ചോദ്യം വരിക, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? ആരാണ് സോഷ്യോളജിയുടെ പിതാവ് എന്ന ചോദ്യം വരാറുണ്ട്. ആരാണ്? അഗസ്റ്റ് കോംതെയാണ് സോഷ്യോളജിയുടെ ഫാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഇനി അടുത്ത ചോദ്യം, വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സീറൈറ്റ് മിൽസ് അവതരിപ്പിച്ച സിദ്ധാന്തം അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? സമൂഹശാസ്ത്രപരമായ ഭാവന അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സീറൈറ്റ് മിൽസ് അവതരിപ്പിച്ച സിദ്ധാന്തം ഏതാണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ്. ഓക്കെ, തിയറി ഓഫ് സീറൈറ്റ് മിൽസ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് ദ പബ്ലിക് ഇഷ്യൂ. വാട്ട് ഈസ് കോൾഡ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, ഇനി ചോദിക്കാം, ഹു ഇൻട്രൊഡ്യൂസ് ദ തിയറി ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? സാമൂഹിക ഭാവനയുടെ അല്ലെങ്കിൽ സാമൂഹിക ഭാവന എന്ന സിദ്ധാന്തം അത് രൂപീകരിച്ചത് ആരാണ്? സീറൈറ്റ് മിൽസ് ആണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര ഭാവന എന്ന സിദ്ധാന്തം കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാരാണ്? സമൂഹശാസ്ത്രജ്ഞനാരാണ്? സീറൈറ്റ് മിൽസ് ആണ്. അടുത്ത ചോദ്യം, സ്വകാര്യ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഉദാഹരണമായൊരു പദ്ധതി. സ്വകാര്യ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഉദാഹരണമായൊരു പദ്ധതിയാണ് ഇന്ദിര ആവാസ് യോജന. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് പബ്ലിക് ഇഷ്യൂ. ഇന്ദിര ആവാസ് യോജനയാണ് ആൻസർ. അടുത്ത ചോദിക്കാം, ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യൽ ഫിസിക്സ്? സോഷ്യൽ ഫിസിക്സിൻ്റെ പിതാവ് ആരാണ്? സോഷ്യൽ ഫിസിക്സിൻ്റെ അതല്ലെങ്കിൽ സാമൂഹിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അഗസ്റ്റ് കോംതെയാണ്. സോഷ്യോളജിയുടെ ആദ്യത്തെ പേര് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു, സാമൂഹിക ഭൗതിക ശാസ്ത്രം എന്നായിരുന്നു. പിന്നീട് 1839 സോഷ്യോളജി എന്ന പുതിയ ഒരു ശാസ്ത്രം രൂപീകൃതമായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി സോഷ്യൽ ഡാർവിനിസം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ച സോഷ്യോളജിസ്റ്റ് ആരാണ്? സമൂഹശാസ്ത്രജ്ഞൻ ആരാണ്? ഹെർബർട്ട് സ്പെൻസറാണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ തിയറി ഓഫ് സോഷ്യൽ ഡാർവിനിസം? ആരാ? ഹെർബർട്ട് സ്പെൻസറാണ്. ഓക്കെ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താണ് ജ്ഞാനോദയം, എൻലൈറ്റൻമെൻറ്റ്? 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലും 18-ാം നൂറ്റാണ്ടിലും യൂറോപ്പിലുണ്ടായ ഒരു ദൈക്ഷണിക പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. ഓക്കെ, അവരെ യുക്തിചിന്തക്കും വ്യക്തിവാദത്തിനും പ്രാധാന്യം നൽകിയ ഒരു പ്രസ്ഥാനമാണ് എന്ത്? ജ്ഞാനോദയം. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. എ യൂറോപ്യൻ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ദ ലേറ്റ് 17th and 18th centuries. എന്താണ് എൻലൈറ്റൻമെൻറ്റ്? ഇനി വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ഇൻ വിച്ച് കൺട്രി? ഇംഗ്ലണ്ടാണ്. അപ്പോൾ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. മറ്റൊരു ചോദ്യം, നമ്മുടെ കാൾ മാർക്സ് ഫാക്ടറികൾ പീഡനശാലകളാണ് എന്ന അഭിപ്രായം ആരാണ് മുന്നോട്ട് വെച്ചത്? ഫാക്ടറികൾ പീഡനശാലകളാണ് എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ്. ആരാണ്? കാൾ മാർക്സ് ആണ്. ഹു അഡ്വക്കേറ്റഡ് ദ വ്യൂ ദാറ്റ് ഫാക്ടറീസ് ആർ വിർച്വലി പ്രിസൺസ്. ഫാക്ടറീസ് ആർ
റിച്വലി പ്രിസൺസ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? കാൾ മാർക്സ്. അപ്പോൾ കാൾ മാർക്സ് പറഞ്ഞത് എന്താ? ഫാക്ടറികൾ ഒരു കാരാഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ജയിലുകളാണ്, പീഡനശാലകളാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? കാൾ മാർക്സ് ആണ്. ഇനി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഈ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം. The study of production and distribution of goods and service is called economics. The study of production and distribution of goods and service is called എന്താണ്? എക്കണോമിക്സ് ആണ്. ഇനി ആത്മഹത്യയെക്കുറിച്ചുള്ള സയൻറ്റിഫിക് മെത്തേഡ് ആദ്യമായി ആരാണ് അത് പഠിച്ചിട്ടുള്ളത്? ആത്മഹത്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിയ സമൂഹശാസ്ത്രജ്ഞൻ ആരാണ്? എമിൽ ദുർഖേമാണ്. ആത്മഹത്യയെക്കുറിച്ച് പഠനം നടത്തിയ സോഷ്യോളജിസ്റ്റ് ആരാണ്? എമിൽ ദുർഖേമാണ്. ഓക്കെ. ഇനി സമൂഹശാസ്ത്രവും സോഷ്യോളജിയും നരവംശശാസ്ത്രം ആന്ത്രപ്പോളജിയും ഇരട്ട സഹോദരിമാരാണ് എന്ന് അഭിപ്രായപ്പെട്ട സോഷ്യോളജിസ്റ്റ് ആരാണ്? സോഷ്യോളജിയും അതേപോലെ ആന്ത്രപ്പോളജിയും ഇരട്ട സഹോദരിമാരാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? സമൂഹശാസ്ത്രജ്ഞൻ ആരാണ്? എൽ ക്രോബറാണ്. സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആർ ടിൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് ആരാണ്? എൽ ക്രോബറാണ്. ഓക്കെ. അപ്പോൾ നരവംശശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലളിത സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ ആന്ത്രപ്പോളജി. ഓക്കെ. മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലാഭമാണ്. ദ മേജർ ഗോൾ ഓഫ് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ എന്താണ്? പ്രോഫിറ്റാണ്. ഓക്കെ. വാട്ട് വാസ് ദ മേജർ ഗോൾ ഓഫ് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ? ആൻസർ എന്താണ്? പ്രോഫിറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദ യൂറോപ്യൻ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് വിച്ച് ഗവ് ഇമ്പോർട്ടൻസ് ടു റാഷണലിസം. എൻലൈറ്റൻമെൻറ്റ് യുക്തിചിന്തക്കും വ്യക്തിവാദത്തിനും ഊന്നൽ നൽകിയ ഒരു യൂറോപ്യൻ ദൈക്ഷണിക പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. അപ്പോൾ ജ്ഞാനോദയം എന്താണെന്ന് പഠിക്കണം. അതേപോലെ യുക്തിചിന്തക്കും വ്യക്തിവാദത്തിനും ഊന്നൽ നൽകിയ ഒരു യൂറോപ്യൻ പ്രസ്ഥാനത്തിൻ്റെ പേര് ചോദിച്ചാൽ എന്താ ആൻസർ പറയണം? ജ്ഞാനോദയം. ഓക്കെ. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിനാണ്. ഓക്കെ. തിയറി ഓഫ് എവല്യൂഷൻ അത് രൂപീകരിച്ചത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. ഇനി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വളരെ പ്രശസ്തമായ മുദ്രാവാക്യം ഏത് വിപ്ലവത്തിലാണ് അതിന് തുടക്കമിട്ടത്? അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം മാനവ സമൂഹത്തിന് സമ്മാനിച്ച ആ വിപ്ലവം ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. റോസോയുടെ വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വാക്ക്. ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിച്ച് റെവല്യൂഷൻ ഈസ് ഫേമസ് ഫോർ ദ സ്ലോഗൻ ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി? എന്താ? ഫ്രഞ്ച് റെവല്യൂഷൻ. ഇനി ദ സ്റ്റഡി ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് ഓഫ് നോൺ വെസ്റ്റേൺ കൾച്ചർ. നമ്മൾ പറഞ്ഞ ലളിത സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് എന്ത് പേര് വിളിക്കാം? സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് വിളിക്കാം. ലളിത സമൂഹങ്ങളുടെയും പശ്ചാത്തേതര സംസ്കാരങ്ങളുടെയും പഠനത്തെ പശ്ചാത്തലം വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ്? സാമൂഹ്യ നരവംശശാസ്ത്രമാണ്. ഒരിക്കൽ കൂടി സി റേറ്റ് മിൽസിൻ്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് എന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്ര ഭാവന. വർഷം 1959 സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. ഹെർബർട്ട് സ്പെൻസർ ആരാ? ഹെർബർട്ട് സ്പെൻസർ സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ ഉപജ്ഞാതാവാണ്. കാൾ മാർക്സ് എന്ത് പറഞ്ഞു? ഫാക്ടറികൾ പീഡനശാലകളാണെന്ന് പറഞ്ഞു. അഗസ്റ്റ് കോംതെ ആരാണ്? സോഷ്യോളജിയുടെ പിതാവാണ്. അതല്ലെങ്കിൽ സോഷ്യോളജിയുടെ മുൻപുള്ള പേരായിരുന്നു സോഷ്യൽ ഫിസിക്സ്, സാമൂഹിക ഭൗതിക ശാസ്ത്രം. എൽ ക്രോബർ എന്താണ് പറഞ്ഞത്? സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും ഇരട്ട സഹോദരിമാരാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് എൽ ക്രോബർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന്
പ്രധാനമായിട്ടും ചോദിക്കുന്ന മറ്റ് ചില ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക. എന്താണ് ഇനീക്വാളിറ്റീസ്, അസമത്വം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഷുവർ ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതേപോലെ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ്, സോഷ്യോളജിയും സാമാന്യ ബോധജ്ഞാനവും, അതൊരു 4 മാർക്കിന് ചോദിക്കാറുണ്ട്. സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ്. പിന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാറുള്ളത് എന്താണ്? ദ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൻറ്റ് ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ നിർമ്മിതിയിൽ ദൈക്ഷണിക ആശയങ്ങൾക്കുള്ള പങ്ക് അല്ലെങ്കിൽ ബുദ്ധിപരമായ ആശയങ്ങൾക്കുള്ള പങ്ക് എന്ന് ചോദിക്കാറുണ്ട്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത്. അതേപോലെ സോഷ്യോളജിയുടെ നിർമ്മിതിയെ സഹായിച്ച ഭൗതിക പ്രശ്നങ്ങൾ, ദ മെറ്റീരിയൽ ഇഷ്യൂസ് ദാറ്റ് വെൻ ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. പിന്നെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യോളജിയും മറ്റു സബ്ജക്റ്റുകളും. ഇതിൽ പ്രധാനപ്പെട്ടത് സോഷ്യോളജിയും സൈക്കോളജിയും, അതേപോലെ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രപ്പോളജിയും, ഇത് തമ്മിലുള്ള ബന്ധവും ചോദിക്കും, അതിൻ്റെ വ്യത്യാസവും ചോദിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു.